സ്വപ്നരാജ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് രക്ഷാപ്രവർത്തനം വേഗത്തിലായില്ല, രക്ഷാപ്രവർത്തനം ശരിയായ ദിശയിൽ നടക്കുന്നില്ല എന്നുപോലുള്ള പരാതിയും ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെയാണ് ഇത് വെള്ളത്തിലാണ് എന്ന് കണ്ടെത്തുകയും അന്വേഷണം ആ വഴിക്ക് പോകാൻ നമ്മളൊരു കൃത്യത വരികയൊക്കെ ചെയ്തത്. അതുവരെ മണ്ണിനടിയിലുണ്ട്, റോട്ടിലെ മണ്ണിലാണ് തിരയേണ്ടത് എന്ന് ആവശ്യപ്പെടുന്ന ആളുകളെ കണ്ടിരുന്നു. അവിടെ തിരയുന്നില്ല, വെള്ളത്തിലാണ് എന്ന് പറഞ്ഞ് അനാവശ്യമായി വഴിതെറ്റിക്കുന്നൊക്കെയുള്ള ആക്ഷേപം ഉന്നയിക്കുകയും അല്ലാത്ത സമ്മർദ്ദം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ചെറിയ പെശക് പറ്റിപ്പോയി തോന്നുന്നുണ്ടോ? പെശക് പറ്റിപ്പോയി എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ഒരു ജീവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളായിട്ട് കാണുന്നൊരു വിഭാഗത്തിൽപ്പെട്ടതാണ് ഞാൻ. കാരണം എന്താ പറയുകയാണെങ്കിൽ മറ്റുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് ഈ ലോറി ഒഴുകിപ്പോകാൻ സാധ്യതയില്ല, മണ്ണിൻ്റെ അടിയിൽ തന്നെയാണ് ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോഴും അതായിരിക്കും സത്യം എന്നുള്ള കാര്യത്തിലേക്ക് അടിയുറച്ച് വിശ്വസിച്ച് പോകുന്നത് കൊണ്ടും ആ രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ അതിൻ്റെ രീതിയിൽ നടക്കുന്നു. അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഈ നേവീൻ്റെ ടീം പുഴയിൽ തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റാർട്ടിങ് സമയത്ത്. അവർക്കും പുഴയിലല്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അവരും എത്തേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്, രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാകും. കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞത് മണ്ണ് മാന്തി നോക്കുന്ന ഘട്ടങ്ങളിലാണെങ്കിൽ പോലും പുഴ നിർത്തിവെക്കേണ്ടതില്ല. പുഴയിൽ കൂടെ തെരച്ചിൽ നടത്തുന്നത് കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു നമ്മളെ മുന്നിലുള്ള ഏറ്റവും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അർജുനെ പുറത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതിൽ പാളിച്ചകളോ അപാകതകളോ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒരു വിദഗ്ധരായുള്ള ആളുകളല്ല സ്റ്റാർട്ടിങ് സമയത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിട്ടിരുന്നത് എന്നുള്ള കാര്യം 100% കറക്റ്റാണ്. കാരണം പറഞ്ഞാൽ ഇത്രയും വലിയ ഭീകരമായ ഒരു അവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധരായ ആളുകളുടെ നിർദ്ദേശപ്രകാരമായിരുന്നില്ല സ്റ്റാർട്ടിങ് സമയത്ത് അവിടെയുള്ള പ്രവർത്തനങ്ങൾ നടന്നത്. അതിൻ്റെ പോരായ്മകളിലേക്ക് ഇപ്പോൾ ഞാൻ കടന്നു ചെല്ലുന്നില്ല, കാരണം അത് സംഭവിച്ചു. ആ സമയത്ത് അതെന്തായാലും സംഭവിച്ചു പോയി. പക്ഷെ അതേപോലെ തന്നെ വളരെ ഇവിടെ എന്തെങ്കിലും ഒരു ദുരിതം വളരെ മനുഷ്യജീവനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്ന വലിയ ദുരന്തം സംഭവിക്കുന്ന സമയത്ത് സാധാരണ കുറച്ചൊരു മണ്ണുമാന്തി യന്ത്രങ്ങൾ അതുപോലുള്ള സാധനങ്ങൾ അവിടെ തെരച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴും ഇതിൻ്റെ വിദഗ്ധരായി ഇതിലൊക്കെ കൃത്യമായിട്ട് പഠനം നടത്തി എല്ലാ ദുരന്ത മേഖലകളിലും ഏതൊക്കെ രീതിയിലേക്ക് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും, ഏതൊക്കെ രീതിയിലേക്ക് ഇതിനെ മൂവ് ചെയ്തിട്ട് ഈ മനുഷ്യജീവനെ കണ്ടെത്താൻ പറ്റും എന്ന് വിദഗ്ധരായിട്ടുള്ള ആളുകൾ ആ സമയത്ത് അവിടെ പോരായ്മ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 100% മണ്ണിനടിയിൽ തന്നെ ആയിരിക്കും അർജുൻ എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് വെള്ളത്തിലാണെന്ന് പറയുമ്പോഴും ചില ആളുകൾ, നിങ്ങൾ പോലും കുടുംബാംഗങ്ങൾ പോലും പലപ്പോഴും അത് മണ്ണടിയിലുണ്ട് എന്നുള്ള ഒരു വൈകാരികമായ ഒരു പോയിന്റ് ഉയർത്തുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ അവിടെ വന്നിട്ടുള്ള പല രക്ഷാപ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ ഇത് മണ്ണടിയിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിൽ നമുക്കൊരു ജാഗ്രത കുറവുണ്ടായെന്ന് തോന്നുന്നു ചോദിക്കാൻ. ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിൽ ജാഗ്രത കുറവിനേക്കാൾ ഉപരി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാവുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ഉള്ള പാളിച്ചയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം എന്താ പറയുക, ഈ കൺഫ്യൂഷൻ നിലനിൽക്കുമ്പം ഇത് വളരെ കൃത്യമായിട്ട് ആധികാരികമായിട്ട് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സയന്റിസ്റ്റുകളായിട്ടുള്ള ആളുകൾ വളരെ വെള്ളത്തിലാണ് എന്ന് പറയുമ്പോൾ പോലും ഇല്ല, 90% വെള്ളത്തിലല്ല, കരയിൽ തന്നെ കാണാനുള്ള സാധ്യതയുണ്ട് എന്ന് അവിടെ ചില എക്സ്പേർട്സ് എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ പറയുകയാണ്. ആദ്യം വെള്ളത്തിൽ തപ്പി വെള്ളത്തിലല്ല കരയിലുണ്ട് എന്ന് വാശി പിടിച്ച് വേറെ ഒരുപാട് പേരെ നമ്മൾ കണ്ടാണ്. ചോദിക്കുന്നത് ഒരു ഇതിനു വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ എക്സ്പേർട്സിനെ നമ്മൾ വേണ്ടത്ര റെസ്പെക്ട് ചെയ്തോ, ഗ്രൗണ്ട് അറിയാവുന്ന മനുഷ്യന്മാരെ മനസ്സിലാക്കാതെ നമ്മളൊരു വൈകാരികത അവസ്ഥയിൽ പെട്ടുപോയോ എന്ന് മാത്രം ചോദിക്കരുത്. കറക്റ്റായിട്ടാണ് സാറ് പറഞ്ഞിട്ട്, ഗ്രൗണ്ട് അറിയാവുന്ന ആളുകളുടെ സേവനം കൃത്യമായിട്ട് വിനിയോഗിക്കുന്നതിൽ പറ്റിയ വീഴ്ചയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. കാരണം ഈ വാഹനത്തിന്റെ സാധ്യതയില്ല എന്നൊക്കെ പറയുന്ന ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട്